സ്കൂളൊക്കെ തുറന്നില്ലേ, നമുക്ക് ട്യൂഷൻ പഠിപ്പിക്കാൻ പോയാലോ? ഞാനൊരു ട്യൂഷൻ ടീച്ചറും കൂടി ആട്ടോ. രാവിലെ PSC കോച്ചിങ്ങിനും പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ PSC പഠനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായിരിക്കുന്ന എൻ്റെ ഈ ട്യൂഷൻ പഠിപ്പീരാ. ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കിന് എനിക്ക് PSC പഠിക്കുന്ന കൂടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലി ട്യൂഷൻ പഠിപ്പീരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് PSCയിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കൂട്ടത്തിൽ നമുക്കൊരു ഏണിങ്സും കിട്ടുമല്ലോ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പിള്ളേരെ 2:30 ആയപ്പോൾ സ്കൂൾ വിട്ടു കേട്ടോ. ഞാൻ പിള്ളേരെ നോക്കി നിൽക്കുക കേട്ടോ. പിള്ളേരെക്കാളും മുമ്പേ ഞാൻ സെൻറ്ററിൽ എത്തിയിരുന്നു. ആദ്യത്തെ ദിവസമല്ലേ. പിള്ളേർ അഡ്മിഷനൊക്കെ എടുത്തു. എന്നിട്ട് പയ്യെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മാത്സിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള പട്ടികയൊക്കെ ആദ്യം എഴുതിപ്പിച്ച് നോക്കി. അതൊക്കെ അറിയാമെന്ന് ഉറപ്പ് വരുത്തിയപ്പോഴാട്ടോ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നടന്നത്. പിള്ളേരൊക്കെ ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പം ചെയ്യുന്ന എല്ലാ ജോലികളും ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പിയാണ്. എനിക്കതിന് മടുപ്പൊന്നും തോന്നുന്നില്ല. രാവിലെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കോച്ചിങ്ങിന് പഠിപ്പിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ട്യൂഷൻ പഠിപ്പിക്കും. പിന്നെ എനിക്ക് മെഹന്തി വർക്ക് കിട്ടാറുള്ളപ്പോൾ ഞാൻ മെഹന്തി വർക്കിന് പോകാറുണ്ട്. ഇപ്പം പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് നടന്നു വരാമെന്ന് വെച്ചു കേട്ടോ. സ്കൂട്ടി അനിയൻ കൊണ്ടുപോയേക്കുമായിരുന്നു. പക്ഷെ അതൊരു സാഹസമായിരുന്നു. ഓട്ടോ വിളിച്ചാൽ മതിയായിരുന്നു. ഒരു വലിയ ഇറക്കവും ഒരു വലിയ കയറ്റവും ഉണ്ടായിരുന്നു. ഇത് കലാത്തിയാണോന്നേ. കലാത്തിയാണെങ്കിൽ പറിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നടാൻ വേണ്ടിയാണ്. ഒരു പറമ്പ് നിറയെ കാട് പിടിച്ച് കിടക്കുന്നു. ഈ ചെടി കാണാനും നല്ല രസമുണ്ട്. ഏതോ കാട്ടുചെടിയാന്ന് തോന്നുന്നു.